ഹലോ ലവ്ലീസ്, വെൽക്കം ബാക്ക്. ഫ്രം ഈസ് ബാക്ക്. നിങ്ങൾ ഫ്രമ്മിൻ്റെ ലോകത്തേക്ക് ആദ്യമായി കടക്കുന്നവരാണെങ്കിൽ ഓർ 511 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും വരികയാണെങ്കിൽ ഡോണ്ട് വറി, എല്ലാം വ്യക്തമായി അറിയാൻ കഴിയുന്ന 3 സീസണിൻ്റെയും സ്പെഷ്യൽ വീഡിയോസ് തൊട്ടു പിന്നാലെ കിടപ്പുണ്ട്. ഒരു നോക്ക് കണ്ടു നോക്കൂ. അത് കഴിഞ്ഞെങ്കിൽ നമുക്ക് കാത്തിരിപ്പിനെ വിരാമമിട്ട് കടക്കാം ആ അത്ഭുത ലോകത്തേക്ക്. സീസൺ 4 ട്രെയിലർ ബ്രേക്ക് ഡൗൺ വീഡിയോ കണ്ടീനാ? അത് ഈ പറഞ്ഞ പോലെ എവിടെയാണോ അവസാനിച്ചത് കറക്റ്റ് ആ ഒരു പോയിന്റിൽ നിന്നാണ് ഈ സീസണിൻ്റെ പൈലറ്റ് എപ്പിസോഡ് ടേക്ക് ഓഫ് ചെയ്യുന്നത്. ജൂലി അലറിക്കരയുകയാണ്. കാരണം അവൾക്ക് തൻ്റെ അച്ഛനെ രക്ഷിക്കാനായില്ല, കഥ തിരുത്താനായില്ല. അതായത് ഈതൻ പറഞ്ഞ പോലെ ഒരു സ്റ്റോറി വാക്കറല്ലേ അവളിപ്പോൾ. ആ റൂയിൻസിൽ വെച്ചുണ്ടായ അനുഭവം വിവരിച്ചപ്പോൾ അവൻ്റെ കഥാബുക്കുകളിൽ ഇതുപോലെ പല നടന്ന സംഭവങ്ങളിലേക്കും നടക്കാൻ പോകുന്ന സംഭവങ്ങളിലേക്കും കടക്കാൻ കഴിയുന്ന ആളെ സ്റ്റോറി വാക്കർ എന്ന് വിളിക്കും. എന്നാൽ ആ നടന്ന സംഭവത്തെ അവർക്കൊന്നും ചെയ്യാനാവില്ല, മാറ്റാനും ആകില്ല. അതങ്ങനെ തന്നെ നടന്നുകൊണ്ടേയിരിക്കും ഇനി എത്ര തവണ ടൈമിലേക്ക് എത്തിയാലും. ഇതറിഞ്ഞിട്ടും ജൂലി മറ്റേതോ ഭാവിയിലെ സമയത്ത് നിന്നും റൂയിൻസ് വഴി ആയിരിക്കണം ജിമ്മിനെ രക്ഷിക്കാൻ എത്തിയപ്പോൾ. പക്ഷേ ആ വിധി മാറ്റാൻ കഴിഞ്ഞതുമില്ല. പൈശാചിക ചിരിയുമായി ആ മാൻ ഇൻ യെല്ലോയും അവിടെ തന്നെ ഉണ്ട്. ഇവിടെ നമ്മൾ അറിയുന്ന ഒരു കാര്യം, ഇതാദ്യമായല്ല ജൂലി ഇത്തരത്തിൽ പ്രത്യക്ഷപ്പെടുന്നതും ആ മാൻ ഇൻ യെല്ലോയെ കാണുന്നതും. ഗൂഢമായ ചിരിയോടെ അയാൾ പറയുന്നത്, എന്തിനാണ് നീ ഇപ്പോഴും ഇതുപോലെ വരുന്നത്? ഒരിക്കൽ പറഞ്ഞ കഥ എങ്ങനെ മാറ്റാനാണ്? കഥയെന്ന് പറയുന്നത് ടൗണിൽ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ചാണ്. നീ ഇപ്പോൾ ഏത് സമയത്ത് നിന്നാണ് വന്നേന്നും ആര് പറഞ്ഞിട്ടാണ് വന്നേന്നും ചോദിച്ചങ്ങനെ നോക്കുന്നതും ജൂലി അപ്രത്യക്ഷമായിരിക്കുന്നു. റൂയിൻസിൽ നിന്നവൾ അപ്പോൾ ഉണർന്നിട്ടാണ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം കണ്ടിട്ട് തോന്നുന്നത്, ജൂലിയുടെ സ്റ്റോറി വാക്കിംഗ് എന്നുള്ളതിൻ്റെ കൺട്രോൾ ടൗൺഷിപ്പിലുള്ള ഈ മോൺസ്റ്ററിൻ്റെ കയ്യിലല്ല എന്നതുപോലെയാണ്. നീ ഏത് കാലത്ത് നിന്ന് വന്നു എന്ന് ചോദിച്ചതും ഇപ്പോൾ ജൂലി മാഞ്ഞു പോകുന്നതും അയാൾ ചെറിയ അതിശയത്തോടെയാണ് നോക്കി കാണുന്നതൊക്കെ. ഇതെല്ലാം കണ്ടിട്ട് നിങ്ങൾക്കും അങ്ങനെ തന്നെ തോന്നുന്നില്ലേ? നമ്മുടെ പാവം ജിം ഇപ്പോഴും മരിച്ചിട്ടില്ല കേട്ടോ. കഴുത്തിൽ നിന്ന് ചോരൊലിച്ച് തീരെ അവശനായി കിടക്കുന്ന അയാളോട് ഈ പിശാച് അന്തിമോപചാരം എന്ന പോലെ പുകഴ്ത്തുവാണ്. സത്യരഹസ്യം കണ്ടുപിടിക്കാൻ ജിം വളരെ നല്ലോണം പരിശ്രമിച്ചെന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് അയാൾ പറയുന്നൊരു വിഷമമുണ്ട്, ഇനി നടക്കാൻ പോകുന്ന കാണാൻ നീ ഇല്ലല്ലോ എന്ന്. കാരണം ഇനി നടക്കാൻ പോകുന്നതാണ് ഏറ്റവും പൈശാചികമായ കളികളെന്ന് പറയുന്നതെല്ലാം ജിം കേൾക്കുന്നെങ്കിലും അയാൾ ശപിച്ചങ്ങനെ കിടക്കുമ്പോൾ അതാ നമ്മൾ കാണുവാണ്, ടൗണിലേക്ക് വീണ്ടും ഒരു പുതിയ അതിഥി എത്തിയിരിക്കുന്നു. നാശം പിടിച്ച മരം വീണ് കിടക്കുന്നിടത്ത് നിൽക്കുന്ന ഒരു മനുഷ്യൻ. ഓരോരുത്തർ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ സ്ഥാനം ഫിൽ ചെയ്യാനെന്ന പോലെ ഓരോ ഭാഗ്യദോഷികൾ വീണ്ടും എത്തുമ്പോൾ ബോയ്ഡിൻ്റെ കാര്യത്തിൽ ആ കാഴ്ച കണ്ട് ഞെട്ടി നിൽക്കുമായിരുന്നില്ലേ? സ്മൈലി മോൺസ്റ്ററിൻ്റെ ഷോക്കിംഗ് ആയിട്ടുള്ള പുനർജനനം. പിന്നീട് എന്ത് സംഭവിച്ചു? ആ നിലവറയിൽ കിടപ്പുള്ള ഫാത്തിമ ഇതിനോടകം തന്നെ മാനസികമായും ശാരീരികമായും തളർന്ന അവസ്ഥയിലായി. തൻ്റെ വയറ്റിൽ വളർന്ന ഭ്രൂണം ഒരു രാക്ഷസനായി മാറിയെന്നൊന്നും ഇനിയും അവൾ അറിഞ്ഞിട്ടില്ല. ഫാത്തിമയ്ക്ക് ആ പ്രസവ സമയത്തുണ്ടായ വിഷനിലൂടെ അറിഞ്ഞ സത്യം, ഒരു കാലത്ത് മനുഷ്യരായിരുന്നവർ ഈ മോൺസ്റ്റേഴ്സ് ആയത് അമരത്വത്തിനു വേണ്ടി അവരുടെ കുഞ്ഞുങ്ങളെ ബലി കൊടുത്തുകൊണ്ടായിരുന്നു. അതും എന്തോ ഭീകരമായൊരു സത്വവുമായി നടത്തിയ ഉടമ്പടിയിലൂടെ. ഫാത്തിമ സത്യമല്ല പറഞ്ഞ് കരയുന്നെങ്കിലും അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് പുറത്തേക്ക് കടക്കേണ്ടതുണ്ട്. ബോയ്ഡിനെ താൻ പോയി കണ്ടുപിടിക്കാമെന്ന് കെന്നിയേറ്റ് എല്ലിസിനോട് ഫാത്തിമ എത്ര വേഗം സുരക്ഷിതമായി പുറത്തേക്ക് കൊണ്ടുപോകാൻ പറയുന്നു. അവരിറങ്ങുമ്പോൾ ഒപ്പം കെന്നിയും ഇറങ്ങുകയായി ആ ടണലിലേക്ക്. കണ്ടാൽ തന്നെ പേടിയാവുന്ന ആ ഇരുണ്ട തുരങ്കത്തിലൂടെ ബോയ്ഡിനെ പതിയെ വിളിച്ച് നടക്കവേ പെട്ടെന്ന് അയാൾക്കൊന്നും വിശദീകരിക്കാൻ സമയമില്ല. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടണമെന്ന് പറയുവാണ്. കാരണം മോൺസ്റ്റേഴ്സിൻ്റെ ഒരു കൂട്ടം തന്നെ അവിടെ ഉണ്ട്. അങ്ങനെ തിരികെ മുകളിലേക്ക് കയറുന്ന കെന്നിക്ക് ഞെട്ടലും വെപ്രാളവും. കാരണം അവരും കണ്ടിരിക്കുന്നു പുനർജനിച്ചു നിൽക്കുന്ന സ്മൈലി. കുഞ്ഞുങ്ങളൊക്കെ ജനിക്കുമ്പോൾ ചോര നിറവല്ലേ, അതുപോലെ ഈ പഹയനെ മൊത്തം ചോരയിൽ കുളിച്ച് കെന്നിയെ വിളിക്കുന്നു. അവിടുന്ന് അപ്പോൾ തന്നെ ഓടി സെല്ലാറിലേക്ക് വന്ന് ഇതെങ്ങനെ സംഭവിച്ചു, ഈ കൈ കൊണ്ട് ചുട്ടരിച്ചവല്ലേ അവൻ എന്ന് തലങ്ങും വിലങ്ങും നടക്കുന്ന കെന്നിയോട് ബോയ്ഡിന് പറയാനുള്ളത്, ഫാത്തിമയുടെ ആ ഭ്രൂണത്തിൽ നിന്നാണ് മോൺസ്റ്റർ ജനിച്ചതെന്ന് മാത്രം. കെന്നിക്ക് വിശ്വസിക്കാനാവുന്നില്ല. ഫാത്തിമ ജന്മം നൽകിയ കുഞ്ഞാണോ അവിടെ മുതുക്കനായി നിൽക്കുന്ന മോൺസ്റ്റർ? എന്തായാലും ഒട്ടും സമയം കളയാതെ അവരവിടുന്ന് പുറത്തേക്ക് കടക്കുമ്പോൾ സാവേജ് സേറ സേറയുടെ കൊലമാസമായിട്ടതിനു ശേഷം ഉടൻ തന്നെ ക്രിസ്റ്റിയെ വിളിപ്പിച്ചിരുന്നു. പാവം എലിജിൻ്റെ കണ്ണും കൈയും ഒക്കെ പോയിരിക്കുമല്ലേ. കാര്യം എന്താണെന്നറിയാതെ കോളനി ഹൗസിലിരുന്ന ക്രിസ്റ്റിയോട് ഡോൺ ഒന്നും പറയുന്നുമില്ല. നോക്കുമ്പോൾ സാറയുടെ മുഖത്ത് ചോരയും. എന്ത് നാശമാണ് ഇവിടെ നടക്കുന്നതെന്ന് ഒറ്റക്കാലിൽ നിൽക്കെ അവളെ മുറിയിലേക്ക് കൊണ്ടുപോകുന്നു. കാണാതായ ഫാത്തിമയെ തിരികെ പോയ ആൾക്കാർ തിരികെ വന്നു തുടങ്ങിയത് മനസ്സിലാക്കി സേറയും അവിടുന്ന് പോകുകയാണ്. കാരണം അവളിങ്ങനെ ഒരു ക്രൂരത ചെയ്തെന്നതിലുപരി വിലക്ക് കൽപ്പിച്ചിരിക്കുമല്ലേ കോളനി ഹൗസിലേക്ക് കയറാൻ പാടില്ലെന്നൊക്കെ, പാവത്തിൻ്റെ മോശമായ ബാക്ക്ഗ്രൗണ്ട് കാരണം. പക്ഷേ ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ അത്യാവശ്യ സമയത്ത് എല്ലാവരെയും സഹായിക്കാനും ഫാത്തിമയെ രക്ഷിക്കാനും. കിടക്കണ കിടപ്പ് കണ്ട വെട്ടിയിട്ട ബായത്തണ്ട് പോലെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? എൽജിൻ്റെ സുരക്ഷയ്ക്ക് എന്നോണം അക്കോസ്റ്റ് അവിടെ തന്നെ തോക്കുമായി ഉണ്ട്. ചികിത്സിക്കാൻ വന്നതാണെന്നും പുറത്തേക്ക് പോകാൻ പറഞ്ഞിട്ടൊന്നും അവൾക്ക് അനക്കമില്ല, അവിടെ തന്നെ ഇരിക്കുവാണ്. സേറ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് എൽജിൻ്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ചു. വ്യക്തമായ കാരണങ്ങളുണ്ടായിട്ടാണ്. എന്തായാലും ഇത്രമാത്രം തൽക്കാലത്തേക്ക് അറിഞ്ഞുകൊണ്ട് ക്രിസ്റ്റി ആ കണ്ണ് നോക്കുമ്പോൾ ഡാർക്ക് കൃഷ്ണമണിയില്ല, വെള്ളപ്പാടയും പൊട്ടി തൂങ്ങിക്കിടക്കുന്ന കൺപോളയും. പാവം എന്തോ ഒരു സഹിച്ചു കാണും എൽജിൻ.
പെട്ടെന്ന് അവിടേക്ക് കോളനി വാസിയായ ക്ലാര എത്തി. ദൂരെ നിന്ന് എല്ലിസ് ഫാത്തിമയെ വരുന്ന സന്തോഷ വാർത്ത ഡോണെ അറിയിക്കുമ്പടി അവൾ ചെറുതായിട്ടൊന്ന് കണ്ട് ഞെട്ടവേ ഒന്നും പറയാതെ കുറച്ച് ഐസ് എടുത്തുകൊണ്ട് പറഞ്ഞു വിട്ടങ്ങനെ മൊത്തത്തിൽ പാച്ച് വർക്ക് നടത്തുന്നു. ഫാത്തിമ തിരിച്ചു വരുന്നു എന്ന് കേട്ട എൽജിൻ പ്രതീക്ഷയെന്നോണം പറയുന്നത് തന്നോട് ആ കിമോണോലടി പറഞ്ഞത് വെച്ച് ഫാത്തിമ ജന്മം നൽകിയാൽ എല്ലാവർക്കും രക്ഷപ്പെടാമെന്നാണ്. ഇപ്പോൾ അവൾ തിരിച്ചു വന്നെങ്കിൽ നമ്മൾ ഈ ടൗണിൽ നിന്ന് രക്ഷപ്പെടാൻ പോവുകയാണ്. ഇത് കേൾക്കുന്ന ക്രിസ്റ്റിക്ക് തമാശയാണ്. അവൾക്കറിയാം മുന്നേ സേറെ കള്ളം പറഞ്ഞ് ഓരോന്ന് ചെയ്യിച്ച വോയിസ് പോലെ ഇവിടെ എൽജിനും ടൗണിൽ എന്തോ ഒരു ശക്തി ചെയ്യിച്ചതാണ് ഇതൊക്കെയെന്നും. പക്ഷേ എൽജിന് നല്ല കുറ്റബോധമുണ്ട് കേട്ടോ. അവനൊരു ക്രൂരനാണെന്ന് എല്ലാവരും കരുതുന്നതിൽ വിഷമമുണ്ട്. സാരമില്ല, നല്ലവരെ കൊണ്ട് ഈ ടൗൺ പല മോശം കാര്യങ്ങളും ചെയ്യിപ്പിക്കുമെന്ന് ആശ്വസിപ്പിച്ച് ക്രിസ്റ്റി അക്കോസ്റ്റയുടെ സഹായത്തോടെ കയ്യിൽ ബാൻഡേജ് വെച്ച് കെട്ടിയ ശേഷം ആ കൺപോള രണ്ടും ചേർത്ത് തുന്നി കെട്ടുന്നു. അതും ഒന്ന് മരവിപ്പിക്കുക പോലും ചെയ്യാതെ. ആ കിമോണോ ലേഡി ഇപ്പോഴെങ്ങാണോ എൽജിനടുത്തേക്ക് വന്നാൽ അവരെന്നെ കൊല്ലുന്നവരെ ഓട്ടിക്കും. പാവം കഴിഞ്ഞ കുറച്ച് സമയത്തിനുള്ളിൽ അവൻ അത്രമാത്രം വേദന തിന്നുന്നുണ്ട്. ഇന്നേരം ആ മാൻ ഇൻ യെല്ലോ ജിമ്മിൻ്റെ ജീവനെടുത്ത ശേഷം ആ പിശാചിൻ്റെ അടുത്ത നീക്കങ്ങൾ നമ്മൾ കാണുവാണ്. കാട്ടിലെ ഒരു മരത്തിൻ ചൂടിലായി കുഴിച്ചിട്ടിരുന്നൊരു വലിയ പെട്ടി എടുക്കുന്നു. എന്നിട്ട് ഇട്ടിരിക്കുന്ന ആ മഞ്ഞ വസ്ത്രം മൂരിക്കളഞ്ഞ് അതിലുള്ള ഡ്രസ്സ് ഇടാൻ തുനിയുന്നു. അയാൾ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ തബീത്തയുടെ കാര്യം പിന്നെന്തായി? അവളെവിടേക്ക് എത്തിപ്പെട്ടതിൻ്റെ സകല റീസണും പുനർജന ലൂപ്പും മനസ്സിലാക്കി ഷോക്കായ ശേഷം മനസ്സ് വരവിച്ച് ഒറ്റയ്ക്ക് തിരികെ ടൗണിലേക്ക് പോകുന്നു. ഡൈനറിനടുത്തേക്ക് എത്തുമ്പോൾ ജൂലിയും ഈതനും അമ്മയെ കണ്ടടുത്തേക്ക് ചെല്ലുന്നു. ഓർമ്മയുണ്ടല്ലോ, മറ്റേ ജൂലി പോയി, അവൾ വന്ന സമയത്തേക്ക് തന്നെ. സത്യം പറഞ്ഞാൽ ഈ രണ്ടുപേരും ഡൈനറിലിരുന്ന് സ്റ്റോറി വാക്കറിൻ്റെ കഥ അതേക്കുറിച്ച് ആദ്യമായി ചർച്ച ചെയ്യുമ്പോൾ ഇതേ സമയം കാട്ടിൽ ഫ്യൂച്ചർ ജൂലി എത്തിക്കഴിഞ്ഞിരുന്നു, ആ സ്റ്റോറി വാക്കിംഗ് നടത്തിക്കൊണ്ട് തന്നെ. ഇന്നേരം ഈതനൊപ്പം ഇരുന്ന് ജൂലി ചിന്തിച്ചു പോലും കാണില്ല താൻ ഇന്നേരം ജിമ്മിനെ രക്ഷിക്കാൻ കാട്ടിലെത്തിയ കാര്യം. പക്ഷേ ആ ജൂലിക്ക് മനസ്സിലായി കാണില്ലേ അവളുടെ പ്രസൻറ്റ് സിറ്റുവേഷൻ ഇതേ സമയം എവിടെയായിരിക്കുമെന്ന്. ചിലപ്പോൾ ഭാവിയിൽ ഈ ഒരു ദിവസം ജിമ്മിനെ രക്ഷിക്കാനായിട്ട് താൻ എവിടെയായിരുന്നു ആ ഒരു ടൈമിൽ എന്ന് കണക്കൂട്ടി വന്നതായിരിക്കും അവൾ. അതെന്തായാലും നമുക്ക് പയ്യെ നോക്കാം. കാരണം ബോയ്ഡിൻ്റെ കാര്യമാണ് ഇപ്പോൾ പ്രധാനം. അയാൾ ആകെ താളം തെറ്റിയ നിലയിലാണ്. സെല്ലാറിൽ നേരെ ഷെരീഫ് സ്റ്റേഷനായ തൻ്റെ പോസ്റ്റ് ഓഫീസ് വീട്ടിലേക്കാണ് ചെല്ലുന്നത്. കെന്നി വിളിക്കുന്നതും പറയുന്നതൊന്നും വകവയ്ക്കാതെ നേരെ ചെന്ന് ഒരു രഹസ്യ വാതിൽ തുറന്ന് ഫ്ലോറിൽ നിന്നൊരു ബോക്സ് എടുക്കുകയാണ്. അവിടെ ഇതുവരെ എത്തിയിട്ടുള്ളവരിൽ നിന്ന് മേടിച്ചെടുത്ത തോക്കുകളിലെ ബുള്ളറ്റുകളാണ് അതിൽ സൂക്ഷിച്ചിരിക്കുന്നത്. അയാളിപ്പോൾ അതെല്ലാം പോയി എടുത്ത് എണ്ണി നോക്കുന്നത് എന്തിനാണെന്നറിയോ? ഒരു മോൺസ്റ്ററിനെ കൊന്നു, നമ്മൾ ജയിച്ചു തുടങ്ങി, ഒരു വഴി കണ്ടെത്തി എന്നുള്ള വിശ്വാസമായിരുന്നു കുറച്ചെങ്കിലും ബോയ്ഡിനെ ഉൾപ്പെടെയുള്ളവരെ വിരസരാക്കുന്നതിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്നത്. എന്നാൽ എത്ര കൊന്നാലും ഈ രാക്ഷസന്മാരൊന്നും മരിക്കുകയില്ല, വീണ്ടും വന്നുകൊണ്ടേയിരിക്കും എന്ന് വ്യക്തമായിട്ട് അടിവരയിട്ട് കാട്ടിയതാണ് ഇപ്പോൾ ബോയ്ഡ് നേരിൽ കണ്ടത്. ഇനി ഒരു വഴിയേ ഉള്ളൂ, ആ വഴി ഇവിടുന്ന് പോകാനുള്ളതല്ല. എന്തായാലും ഇവറ്റുകൾ പിച്ചു ചീന്തും. അവർ നമ്മളെ കൊല്ലുന്ന രീതി എത്ര ഭീകരമാണെന്ന് എനിക്കറിയില്ലേ എന്ന് ബോയ്ഡ് ചോദിക്കുമ്പോൾ കെന്നിക്ക് നല്ലോണം അറിയാം. അവൻ്റെ അച്ഛനും അമ്മയും മരിച്ചത് അവൻ നേരിൽ കണ്ട് തകർന്നതാണല്ലോ. ഇനിയും അത് നടക്കാതിരിക്കാൻ സ്വയം എല്ലാവരും മരിക്കുക, ടൗണിലുള്ള എല്ലാവരും ആത്മഹത്യ ചെയ്യുക. ഇതാണ് മാനസിക നില തെറ്റി ബോയ്ഡ് അവിടെ നിൽക്കുമ്പോൾ അയാളുടെ മനസ്സിൽ. ടൗണിലിപ്പോൾ എത്ര പേരുണ്ടെന്നും അത്രയും ബുള്ളറ്റ് കൈവശം ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തണം എന്നൊക്കെ ഭ്രാന്തമായി നിൽക്കുന്നത് കെന്നിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. കാരണം നേരത്തെ പിശാചുകൾ വെല്ലുവിളിച്ച പോലെ ബോയ്ഡ് ബ്രേക്കാകാൻ തുടങ്ങിയിരിക്കുകയാണ്. അയാളുടെ സകല ധൈര്യവും ചോർന്നു പോയതുപോലെ. ഇവിടെ കെന്നിയുടെ ഒരു നിമിഷത്തെ മൗനവും തരിപ്പും ബോയ്ഡിൻ്റെ വെപ്രാളത്തിന് ഒരയവ് വരുത്തുന്നുണ്ട്. ബോയ്ഡിനെ നമുക്ക് കുറ്റം പറയാനും പറ്റില്ല. തൻ്റെ കൺമുന്നിൽ വെച്ച് താൻ കൊന്നൊരു രാക്ഷസൻ, അതും മരുമകളിലൂടെ പുനർജനിക്കുന്ന കണ്ടാൽ ഏത് മനുഷ്യനും ഇങ്ങനെ ആകെ തകർന്നു പോകും. ധരിച്ചു നിൽക്കുകയാണെങ്കിലും കെന്നിക്ക് ബോയ്ഡിൻ്റെ ലോജിക് ഒരു പരിധിവരെ ശരിയാണെന്ന് തോന്നുന്നുണ്ട്. ഷെരീഫ് ഇതിരി തണുത്ത ശേഷം കെന്നിയോട് സോറി പറയുമ്പോഴാണ് 47. ടൗണിൽ മൊത്തം നിലവിലുള്ളത് 47 പേരാണ്. ബോയ്ഡ് ചോദിച്ചില്ലേ അതിൻ്റെ മറുപടി. ടില്ലി മുത്തശ്ശി മരിച്ച ശേഷം എല്ലാവരും വിളിപ്പിച്ച് ചോദ്യം ചെയ്യൽ നടത്തിയിരുന്നു. അതിലൂടെ റെക്കോർഡ് ചെയ്ത കണക്കാണത്. പക്ഷേ എണ്ണത്തിലുള്ള ജിം മരിച്ചത് ഇവർ ഇനി അറിഞ്ഞിട്ടില്ല. ഈ ഒരു നേരത്താണ് താബീത്ത തിരികെ എത്തുന്നതും ജൂലി മീതനും ചെന്ന് അച്ഛൻ എന്തിയും തിരക്കുന്നതും. താബിയുടെ മുഖം വിളറിയിരിക്കുന്നത് കണ്ട് ജൂലി തിരക്കുമ്പോൾ തങ്ങളിങ്ങോട്ടേക്ക് വരുമ്പോൾ സ്പ്ലിറ്റായാതെ പറഞ്ഞു നിൽക്കേ അതാ ഒരു കാർ. നമ്മൾ തുടക്കത്തിൽ കണ്ട പുതിയ അതിഥി ടൗണിലേക്ക് എത്തിയിരിക്കുകയാണ്. പക്ഷേ ചെറിയ മാറ്റമുണ്ട്. ആദ്യ വരവിൽ തന്നെ നല്ല സ്പീഡിൽ നിയന്ത്രണമില്ലാതെയാണ് കാർ അങ്ങോട്ടേക്ക് പായുന്നത്. നേരെ കൊണ്ടുചെന്ന് കയറ്റുന്നത് പോസ്റ്റ് ഓഫീസിലേക്ക്. ബോയ്ഡിൻ്റെ വീടിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. കുട്ടികളെ അവിടെ നിർത്തി തബീത്തയും ഓടി ചെല്ലുമ്പോൾ കാറിലായി ബൈബിളും മറ്റുമൊക്കെ കാണാം. പള്ളിയുമായി ബന്ധപ്പെട്ട ഏതോ വ്യക്തിയാണ്. എന്തായാലും ഫാദർ കേട്ടിട്ടുണ്ടായിരുന്നേ ആ ഒരു വിഷമം മാറിക്കിട്ടിയനെ. ടൗണിൽ ഒരു ബൈബിൾ പോലും ഇല്ല എന്നുള്ള ആ വിഷമം. ഇപ്പോൾ ഈ വന്നിരിക്കുന്ന പുള്ളിയെ നമ്മൾ മുന്നേ കണ്ട ഒറ്റയ്ക്കാണ്. ഇപ്പോൾ കൂടെ വേറൊരാളോടെ ഉണ്ട്, അയാളുടെ മകൾ സോഫിയ. ഇടിയുടെ ആഘാതത്തിൽ ആ ആൾ സ്റ്റിയറിംഗിലേക്ക് വീണ് കിടക്കുവാണ്, അനക്കമില്ല. സോഫിക്ക് ഇവിടെ പോകുന്നില്ല, പക്ഷേ കഴുത്തിന് നേരെ ഒരു ചീട് കുത്തി നിൽക്കുവാണ്. തബീത്ത കാറിലുണ്ടായിരുന്ന ബൈബിൾ മെല്ലെ ഇടയിലേക്ക് കയറ്റി കഴുത്ത് സേഫാക്കുമ്പോൾ ബോയ്ഡ് അവിടെ കൂടുന്നവരോട് പെട്ടെന്ന് ആംബുലൻസ് ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ നിർദ്ദേശിക്കുന്നു. കാരണം ആൾക്ക് അനക്കില്ലെങ്കിലും പൾസുണ്ട്, ജീവനുണ്ട്. ഇന്നേരമാണ് കാട്ടിലെ പാട്ട് കച്ചേരി കഴിഞ്ഞ് ജെയ്ഡും അങ്ങോട്ടേക്ക് വരുന്നത്. വണ്ടി കുത്തിപ്പൊളിക്കാൻ ഷെഡിൽ നിന്ന് സാധനങ്ങളെടുത്ത് പോകുന്ന കെന്നിക്കൊപ്പം കൂടി ചെല്ലുമ്പോൾ വിക്ടറിയും നമ്മൾ ഈ സീസണിൽ ആദ്യമായി കാണുകയാണ്. അവൻ മരം വെട്ടി മാറ്റാൻ നോക്കിയൊക്കെ തിരിച്ചു വരുവാണ്.
സോഫിയയ്ക്ക് ചെറിയ മുറിവുകളെ ഉള്ളുവെങ്കിലും ഭയങ്കര കരച്ചിലും വെപ്രാളവും. അച്ഛ എണീക്കെന്നും പറഞ്ഞ ഒരേ ബഹളം, കൊച്ചു കുട്ടികളെ പോലെ. വൈകാതെ സീറ്റ് ബെൽറ്റ് എടുത്ത് അവളെ പുറത്തേക്ക് എടുക്കവേ ആംബുലൻസും എത്തി മരിയയിൽ ചെന്ന് അബോധാവസ്ഥയിലായ ആളെ പരിശോധിക്കുന്നു. സോഫിയ പറയുന്ന കാര്യം, അവരിതുപോലെ മരം കണ്ട് വണ്ടി തിരിച്ച് ഹൈവേയിലേക്ക് വിട്ടതായിരുന്നു. അങ്ങനെ പോകവേ പെട്ടെന്ന് തൻ്റെ അച്ഛന് കിടുങ്ങലും വിറയലും വന്ന് പരിഭ്രാന്തിയിലായി. സോഫി നിർത്തിക്കാൻ ശ്രമിച്ചാലും അത് നടക്കാതെ വണ്ടി നേരെ ചെന്ന് ഇടിക്കുകയായിരുന്നു. മരിയൽ ഇത് കേട്ടിട്ട് അയാൾക്ക് അപസ്മരം വന്ന ആളാണ് തോന്നുന്നത്. ബോയ്ഡിനെ വിളിച്ചിട്ട് ഇതേക്കുറിച്ച് പറയുമ്പോൾ ഇതൊരു മെഡിക്കൽ കണ്ടീഷൻ ആണെന്ന് അവർക്കൊരു ഡൗട്ടുണ്ട്. കാരണം പതിവില്ലാതെ ഫിറ്റ്സ് ഉണ്ടാകുന്നത് ഈ ടൗണിൻ്റെ ഒരു പ്രത്യേകതയാണല്ലോ. മുന്നേ തുടക്കത്തിൽ ഈതന് സീഷർ വന്നിരുന്നു. പിന്നെ സേറയ്ക്ക് പതിവില്ലാതെ വിറയിൽ വന്നു. എൽജിനും വന്നിട്ടുണ്ട്. അന്ന് ബസ് അവിടേക്ക് എത്തിയ ആ ഒരു സമയത്തായിരുന്നു അവരപസ്മരം ഉണ്ടായത്. അപ്പോൾ അങ്ങനെ സംഭവിച്ചതാകാമെന്ന് നിൽക്കെ എന്തായാലും ക്ലിനിക്കിൽ നിന്നെത്തിയ റാൻഡലിൻ്റെ കൂടെ സഹായത്തോടെ അവർ ആ കാറിൻ്റെ ഡോർ വലിച്ചു തുറന്ന് അയാളെ ആംബുലൻസിൽ കയറ്റിക്കൊണ്ടു പോകുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കെന്നി എന്തായാലും ക്ലിനിക്കിലേക്ക് പോവുകയാണ്. അവിടെ എന്തെങ്കിലും ആവശ്യം വന്നാലോ? ബോയ്ഡിനോട് തൽക്കാലത്തേക്ക് എല്ലിസിനെയും ഫാത്തിമയും ഒന്ന് പോയി കണ്ട് അവരുടെ സിറ്റുവേഷൻ അറിയാൻ തള്ളി വിടുമ്പോൾ അത് അയാൾ കൂടി ഒന്ന് സമ്മാനമാവട്ടെ എന്ന് വെച്ചിട്ടാണ്. ആങ്കുയി റിമെമ്പർ, ചരിത്രമെല്ലാം ഓർത്തെടുത്തില്ലായിരുന്നോ ജെയ്ഡും തബീത്തയും ആ വയലിൻ താരാട്ട് പാട്ടിലൂടെ? എന്നിട്ട് അവൾ അവിടെ നിന്ന് പോയതല്ലായിരുന്നോ? ഇവർ രണ്ടുപേരും അതേക്കുറിച്ചൊന്നും പിന്നെ സംസാരിച്ചതുമില്ല. ഇപ്പോൾ നേരം സന്ധ്യാവാറായെന്നും അച്ഛൻ വൈകാതെ തിരികെ എത്തുമെന്നും പറഞ്ഞ് പിള്ളേരെ വീട്ടിലേക്ക് കയറ്റാൻ നിൽക്കുമ്പോഴാണ് ജെയ്ഡ് വരുന്നത്. അയാൾക്ക് സംസാരിക്കണം. ജൂലിയും ഇതിനെ വീട്ടിലേക്ക് പറഞ്ഞു വിടുമ്പോൾ ജെയ്ഡിന് ഈ ഒരു സത്യം എല്ലാവരെയും അറിയിക്കുകയാണ് വേണ്ടത്. തങ്ങൾ ഇവിടേക്ക് എത്തിപ്പെട്ടതേക്കുറിച്ചും രണ്ടാളും വെറും സുഹൃത്തുക്കളല്ല, മറിച്ച് പല ജന്മങ്ങളായി ഒരേ ലൂപ്പിൽ കൂടി കിടക്കുന്ന സോൾമേറ്റ്സ് ആണെന്നത്. താബീത്ത പണ്ട് മിറാൻഡ ആയിരുന്നുവെന്നും ജെയ്ഡ് ക്രിസ്റ്റഫർ ആയിരുന്നെന്നുള്ള സത്യം. കഴിഞ്ഞ കുറേ നൂറ്റാണ്ടുകളായി വീണ്ടും വീണ്ടും പല ജന്മങ്ങളിലൂടെ ഇവിടേക്ക് ശപിക്കപ്പെട്ട കുറേ കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടി എത്തിപ്പെടുന്നതിനെക്കുറിച്ചെല്ലാം ജനങ്ങളോട് പറയണമെന്നാണ് ജെയ്ഡിൻ്റെ വാദം. എന്നാൽ താബീത്തയ്ക്ക് ഇതൊക്കെ സത്യം തന്നെയാണോ എന്ന് ഇനിയും അറിയില്ല. മുന്നേ സേറയ്ക്കുണ്ടായ അനുഭവമാണ് അവൾ ചൂണ്ടിക്കാട്ടുന്നത്. ഇതുപോലെ ഈ ടൗണിനെ കൺട്രോൾ ചെയ്യുന്ന ശക്തികൾ ഓരോ തോന്നലുകൾ മനഃപൂർവ്വം ഉണ്ടാക്കി വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നതായിക്കൂടെയെന്നാണ് അവൾ ചോദിക്കുന്നത്. ജെയ്ഡ് ഇതിനെ എതിർക്കുന്നു. അവിടെ വെച്ച് ആ ഒരു മൊമെൻറ്റിൽ തനിക്കുണ്ടായ അതേ ഫീലിംഗ് തന്നെയാണ് താബീത്തയ്ക്ക് ഉണ്ടായത്. അതിലൂടെയാണ് മനസ്സിലെല്ലാം ഓർമ്മ വന്നത്. എന്തൊക്കെ പറഞ്ഞാലും അത് വെറുതെ അല്ല. ജിമ്മുമായി ഒരുമിച്ചിരുന്ന് സംസാരിക്കാമെന്ന് നിൽക്കുമ്പോഴാണ് അയാൾ ഇനി എത്തിയിട്ടില്ലെന്ന് ജെയ്ഡും അറിയുന്നത്. അതെന്താ രാത്രി അവറായിട്ടും എത്താത്തെന്നുള്ള സംശയത്തിൽ അവർ പിരിയുമ്പോൾ കോളിൻ ഹൗസിലേക്ക് കയറാനൊരുങ്ങുന്ന ബോയ്ഡ് അക്കോസ്റ്റ് ഇറങ്ങി വരുന്നതാണ് കാണുന്നത്. തുടക്കം തൊട്ട് ഈ രണ്ടുപേരും പരസ്പരം കീരിയും പാമ്പും പോലെ ആയിരുന്നില്ലേ? ഇപ്പോൾ എൽജിനെ ഉപദ്രവിച്ചും കൂടി കണ്ടതോടെ അവൾക്ക് ബോയ്ഡിനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. ഈ നടന്ന സംഭവത്തെക്കുറിച്ച് താൻ വിശദീകരിക്കാമെന്ന് നിർത്താൻ ശ്രമിക്കുന്നെങ്കിലും അവൾ ശുഭിതയായി ബോയ്ഡിനോട്, നീ ഒരു ഹീറോ ആണെന്നാണോ വിചാരം? മോൺസ്റ്ററാണ്, കാടത്തമുള്ള രാക്ഷസൻ, സകലെണ്ണം മോൺസ്റ്ററാണെന്ന് പറഞ്ഞ് അരീക്ഷത്തോടെ ഇറങ്ങിപ്പോകുന്നു. അക്കോസ്റ്റ നേരെ ചെല്ലുന്നത് ഡൈനറിലേക്കാണ്. അവൾക്കിപ്പോൾ ഇത്തിരി കംഫർട്ടുള്ളത് അവിടെയും. പാവം വന്നപ്പോൾ തൊട്ടേ ഈ ഒരു യൂണിഫോമാണ്. ഇനി എത്ര നാളെന്ന് വെച്ചാൽ ഇത് മാത്രം ഇട്ടുകൊണ്ട് നടക്കുന്നേ. അക്കോസ്റ്റ യൂണിഫോമിലെ ചോരക്കറയൊക്കെ തുടച്ച് നിൽക്കാതെ എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെ ജൂക്ക് ബോക്സ് വീണ്ടും പ്ലേ ചെയ്യുന്നു. അവളുടേത് ഫേവറേറ്റ് സോങ് ആയിരിക്കും. എന്തായാലും ഡൈനറിൽ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ടായതുകൊണ്ട് അക്കോസ്റ്റയ്ക്ക് അവിടെ എന്തെങ്കിലും അളവിലുള്ള വസ്ത്രങ്ങൾ കാണാതിരിക്കില്ല. ബോയ്ഡ് നേരം കോളൻ ഹൗസിലേക്ക് കയറുമ്പോൾ ഡോണ നിലവിലെ സാഹചര്യവും ക്രിസ്റ്റി എൽജിനെ തുന്നിച്ചേർത്ത കാര്യമൊക്കെ പറഞ്ഞിട്ട് അവിടെ തന്നെ നിൽക്കുവാണ്. കാരണം ഇതിനൊരു വിശദീകരണം വേണ്ടേ? എൽജിനെ ഇങ്ങനെ കെട്ടിയിട്ട് ക്രൂരമായി ഉപദ്രവിച്ച് ഫാത്തിമയെ കണ്ടെത്താൻ ശ്രമിച്ചതിൻ്റെ ആ ഗൗരവം എന്താണെന്ന് അറിയണ്ടേ? എന്തിനാ വായിപ്പിക്കണേ, ഇപ്പം തന്നെ പറഞ്ഞേക്കാം എന്ന പോലെ ബോയ്ഡ് അപ്പോൾ തന്നെ ഡോണയും വിളിച്ചുകൊണ്ട് മുകളിലേക്ക് ഫാത്തിമ കിടക്കുന്ന മുറിയിലേക്ക് പോകുന്നു. ഫാത്തിമ ഇതിനിടെ ക്രിസ്റ്റി പരിശോധിച്ച് പുറമേ കുഴപ്പമൊന്നുമില്ല, എല്ലാം ഓക്കെയാണെന്ന് പറഞ്ഞു നിൽക്കുകയാണ് അവരങ്ങോട്ടേക്ക് എത്തുന്നത്. പ്രസവിച്ചെന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞിനെക്കുറിച്ചറിയാൻ ക്രിസ്റ്റിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഫാത്തിമ എന്ത് പറയാനാ? പ്രേതം വന്ന് പേരെടുത്ത് കൊച്ചിനെ എങ്ങോട്ട് കൊണ്ടുപോയെന്നോ? അവൾക്ക് ദേഷ്യവും സങ്കടവും എല്ലാം കലർന്ന മട്ടാണ്. അങ്ങനെ അവിടെ ക്രിസ്റ്റിയെയും നിർത്തി ബോയ്ഡ് ടണലിൽ നടന്ന കാര്യങ്ങളെല്ലാം ഓർത്തെടുക്കുവാണ്. ഫാത്തിമയിൽ നിന്ന് ഭ്രൂണം ആ കിമോണോ ലേഡിയെടുത്ത് തുരങ്കത്തിൽ മോൺസ്റ്റേഴ്സ് അണിനിരുന്നതിന് മുന്നിൽ കൊണ്ടുവച്ചതും അവർ നോക്കി നിൽക്കെ ആ ഭ്രൂണം വലുതായി ഒരു മോൺസ്റ്ററായി മാറിയതേക്കുറിച്ചും. ഫാത്തിമയുടെ ഉള്ളിൽ വളർന്നത് ഒരു രാക്ഷസനാണെന്ന സത്യം അവൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. എന്നാൽ അത് ഏതോ ഒരു മോൺസ്റ്റർ അല്ല, മറിച്ച് ഒരിക്കൽ പിടികൂടി കൊന്നു ദഹിപ്പിച്ച അതേ മോൺസ്റ്ററാണെന്നുള്ളത് ഏറ്റവും ഗൗരവകരമായൊരു കാര്യവും. ബോയ്ഡ് എന്നിട്ട് ഫാത്തിമ സെല്ലാറിൽ വെച്ച് പറഞ്ഞ ആ കാര്യത്തെക്കുറിച്ച് വ്യക്തത വരുത്താൻ ശ്രമിക്കുന്നു. കാലാകാലങ്ങൾക്ക് മുമ്പ് ടൗണിലെ ജനങ്ങൾ ഇമ്മോർട്ടാലിറ്റിക്ക് വേണ്ടി ഒരു ബാർഗെയിനിലെത്തി തങ്ങളുടെ കുട്ടികളെ ത്യാഗം ചെയ്ത ആ സംഭവം. എന്നാൽ ആ ബാർഗെയിൻ ചെയ്തത് ആരോടാണെന്ന് ഓർത്തെടുക്കാനും അത് വളരെ പ്രധാനപ്പെട്ടതാണെന്നും ബോയ്ഡ് നിർബന്ധിക്കവേ ഫാത്തിമ അടക്കി വെച്ചിരുന്ന അവളുടെ ദേഷ്യം എല്ലാവരോടുമായി പുറത്തെടുക്കുന്നു. കാരണം ഇവരോടെല്ലാം അവൾ പലതവണ പറഞ്ഞതാണ് തനിക്ക് എന്തോ കുഴപ്പമുണ്ട്, വയറ്റിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ. എന്നാൽ എല്ലാവരും ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കാതെ ആശ്വസിപ്പിക്കുക മാത്രമാണ് ഉണ്ടായത്. ഇത് പറഞ്ഞ ആ ഒരു കോപത്തിൽ ഫാത്തിമ ആകെ അസ്വസ്ഥയായി തൻ്റെ ശരീരത്തിലെ അഴുക്കുകളും ആ ഓർമ്മകൾ കഴുകിക്കളയാൻ പറ്റുമെങ്കിൽ പറ്റട്ടെ എന്നപോലെ കുളിക്കാനായി പോകുന്നു. തൻ്റെ വയറ്റിൽ നിന്നിങ്ങനെ ഒരു സത്യം വന്നതിൽ ഫാത്തിമയ്ക്ക് തന്നെ വല്ലാത്ത അറപ്പാണ് പാവം. നേരെ മിനിറ്റ് തുടങ്ങിയിട്ടും ജിമ്മിനെ കാണുന്ന വാതിൽക്കൽ നോക്കി നിൽക്കുന്ന താബീത്തയോട് ജൂലി ചെന്ന് ചോദിക്കുന്നുണ്ട് എന്താണ് സംഭവിക്കുന്നതെന്ന്. അച്ഛൻ ഇതുവരെ വന്നുമില്ല,
എന്തെങ്കിലും പ്രശ്നമുണ്ടായോ? ഉണ്ടെങ്കിൽ തുറന്നു പറ എന്ന് അവളും. എന്നാൽ തന്നോടിപ്പോൾ ഒന്നും ചോദിക്കരുന്ന് തവീത്തി നിൽക്കെ രണ്ടുപേരും തമ്മിൽ വഴക്കാവുന്ന കണ്ട് ഈതന് പിടി. ഇനി അച്ഛൻ മരിച്ചോ? ഇത് കേട്ട് അവരവനെ ആശ്വസിപ്പിക്കുന്നു. നല്ല കാര്യങ്ങളിൽ വിശ്വസിക്കാനും അതേ ഈ ടൗണിൽ നമുക്ക് കൂട്ടായുള്ളൂ. ജിം കോളനി ഹൗസിലോ ആർവിയിലോ തങ്ങി കാണുമെന്നും നാളെ രാവിലെ നമുക്ക് കാണാമെന്നും പറയുമ്പോൾ അവരറിയുന്നില്ല ജിം ആർവിക്കടുത്ത് തന്നെ ഉണ്ട്, അതും ചോര വാർന്ന് ചലനമറ്റ നിലയിൽ. കോളനി ഹൗസിൽ വിക്ടർ ഒരു കട്ടിൽ വലിച്ചെടുത്തുകൊണ്ട് മുറിയിലേക്ക് പോകുമ്പോൾ അത് ഹെൻറിക്കാണ്. അവരച്ഛനും മകനും ഇനി ഒരു റൂമിൽ താമസിക്കാൻ തുടങ്ങുവാണ്. ചുറ്റും ദുരന്തങ്ങൾ നടക്കുമ്പോൾ ഒരാളെങ്കിലും അവിടെ ബെറ്റർ ലൈഫ് ഉണ്ടാക്കാൻ നോക്കുന്നല്ലോ. നല്ല കാര്യം, സന്തോഷമേ ഉള്ളൂ. കണ്ടിട്ട് അച്ഛനും മോനും ഇനി എവിടെയും പോകണ്ട, ഇങ്ങനെ അങ്ങ് കഴിഞ്ഞാൽ മതി എന്ന മട്ട. താഴെയുള്ള സിറ്റുവേഷനൊക്കെ ഒന്ന് നോക്കിക്കൊണ്ട് തിരികെത്തുന്ന ഡോണ അറിയിക്കുന്നത് ആളുകളെല്ലാം ഫാത്തിമയുടെ മാറ്ററിനെക്കുറിച്ച് അറിയാൻ നിൽക്കുവാണ്. അവർക്കറിയണം എന്താ സംഭവിച്ചതെന്ന്. ഇതിന് ബോയ്ഡിൻ്റെ മറുപടി ഇവരിനിയും മറന്നിട്ടില്ലാത്ത മറ്റൊരു കാര്യത്തെക്കുറിച്ചാണ്. ടൗണിൽ പുതിയ രണ്ടുപേരെത്തി തൻ്റെ വീടായ ഷെരീഫ് സ്റ്റേഷനിലേക്ക് ഇടിച്ചു കയറി ആക്സിഡൻ്റ് ഉണ്ടായി. കാഴ്ചയിൽ പാസ്റ്ററെന്ന് തോന്നിക്കുന്ന ആൾ അപസ്മാരം വന്ന അബോധാവസ്ഥയിലാണെന്നും കൂടെ വന്ന പെൺകുട്ടിയെ ഇപ്പോൾ കെന്നി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമായിരിക്കും എന്ന് പറയുന്നു. അതുപോലെ തന്നെയാണ് ഇന്നേരം ക്ലിനിക്കിൽ നടക്കുന്നത്. പാസ്റ്ററിനടുത്ത് സോഫി ഇരുന്ന് പ്രാർത്ഥിക്കുവാണ്. അപ്പുറത്ത് കെന്നി മരിയലിനോട് അയാൾ ജീവിക്കുമോ എന്ന് ആശങ്കപ്പെട്ടിരിക്കുന്നു. സോഫി വന്ന് കെന്നിയെ വിളിച്ചിട്ട് ഫോണും തരാൻ പറയുവാണ്. തൻ്റെ അമ്മ ഇക്കാര്യമൊക്കെ വിളിച്ചെന്ന് അറിയിക്കണമെന്ന് നിൽക്കെ ഫോണില്ല, സിഗ്നലുമില്ല. ക്ലിനിക്കിൽ മാത്രമല്ല ഈ ടൗണിലെ സിഗ്നലില്ല എന്ന് അറിയിക്കുന്നതും പരിഭ്രാന്തിയാകുന്നത് കണ്ടങ്ങനെ അവൻ ടൗണിൻ്റെ രീതികളെക്കുറിച്ച് അവളോട് പറയാൻ തുടങ്ങുന്നു. ബോയ്ഡിൻ്റെ പിടി മൊത്തം വിട്ടുപോകുവാണ്. പുതുതായി രണ്ടുപേരെത്തി. അവരിനി മരിക്കാൻ പോകണമെന്ന് സംസാരിക്കുന്നത് ക്രിസ്റ്റിക്ക് ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഇത്തരം സംസാരങ്ങൾ ഇതുവരെ ബോയ്ഡിൽ നിന്ന് വന്നിട്ടില്ല. എല്ലാവരെയും സ്ട്രോങ് ആക്കാൻ ശ്രമിക്കുന്ന ആളാണ് ഇപ്പോൾ എല്ലാം തകർന്ന പോലെ സംസാരിക്കുന്നത്. ബോയ്ഡിന് ഇനി ഒന്നിനും വയ്യ നിൽക്കുവാണ്. എല്ലാ ദിവസവും എഴുന്നേൽക്കുമ്പോഴും മനസ്സിലൊരു പ്രതീക്ഷയുണ്ടായിരുന്നു, ചിലപ്പോൾ നമ്മൾ ജയിക്കുമെന്ന്, ഇവിടെ നിന്ന് എല്ലാവരും രക്ഷപ്പെടുമെന്ന്. പക്ഷേ അതെല്ലാം വെറും മൂഢനമ്പിക്കയാണ്. നമ്മൾ മനസ്സിൽ കാണും മുന്നേ തന്നെ മാനത്ത് കാണുന്നവരാണ് പുറത്തുള്ളതെന്നും ഒരു രക്ഷയുമില്ലെന്നും വയലൻ്റായി ഇറങ്ങിപ്പോകാൻ തുടങ്ങവേ ക്രിസ്റ്റി ശക്തമായി കുറ്റപ്പെടുത്തുന്നു. ഈ സംസാരിക്കുന്ന നിങ്ങളല്ല ബോയ്ഡ്. നിങ്ങളെ ചുറ്റിപ്പറ്റി കൂടെ നിൽക്കുന്നവരുടെ കൂടി ആത്മവിശ്വാസം പ്രതീക്ഷയാണ് തകർക്കാൻ ശ്രമിക്കുന്നതെന്ന് ഇമോഷണലാവുന്നു. എല്ലിസും ബോയ്ഡിനെ ഒറ്റയ്ക്കിരുത്തി ഇത് പറയുന്നതോടെ നമ്മൾ ഇതുവരെ ഒരു സീസണും കണ്ടിട്ടില്ലാത്ത ബോയ്ഡിനെയാണ് പിന്നെ കാണുന്നത്. അയാൾ പൊട്ടിക്കരഞ്ഞു പോവുകയാണ്. സ്വന്തം മകനെ രക്ഷിക്കാൻ കഴിയുന്നില്ല. അമ്മയെ അവനിൽ നിന്ന് അകറ്റി. ആർക്കു വേണ്ടിയും ഒന്നും ചെയ്യാൻ പറ്റാതെ വെറും പ്രതീക്ഷ മാത്രം നൽകി വെറുതെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുവാണെന്ന് ഫൈനലി ദാറ്റ് മോൺസ്റ്റേഴ്സിൻ്റെ വെല്ലുവിളിയിൽ ബോയ്ഡ് ബ്രേക്ക് ആവുന്നു. എല്ലിസിനെ തോളിൽ ചായച്ച് പൊട്ടിക്കരയുന്നു. ചേടാ എന്ത് പറയാനാ നോക്കി, ജിമ്മും പോയി ഇപ്പോൾ ബോയ്ഡും കൂടി ഇങ്ങനെ ആവാൻ തുടങ്ങിയ മൊത്തം വിഷയമാണല്ലോ. എന്തായാലും ഫ്രഗ്മെൻ്റ് 1 മുതൽ 3 വരെയുള്ള സീസണിൻ്റെ കഥകൾ പറഞ്ഞ് കെന്നി സോഫിയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ടാലിസ്മാൻ്റെ പ്രാധാന്യം അറിയിച്ച് എന്തായാലും പെട്ടെന്ന് തന്നെ അവളതിൽ വിശ്വസിക്കുന്നുമുണ്ട്. ദൈവവിശ്വാസിയല്ലേ, പിശാചിലും വിശ്വാസം കാണാണ്ടിരിക്കില്ലല്ലോ, അതായിരിക്കും. അവൾ കെന്നിയെ കൂടെ വിളിച്ചിരുത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കുറച്ച് ആശ്വാസകരമായ നിമിഷങ്ങൾ. എന്ത് നല്ല കുട്ടിയാ സോഫി അല്ലേ. ജിമ്മിനെ കാത്തിരുന്ന് ഉറങ്ങിപ്പോയ ഈദനും ജൂലിയും ടാബിയും ഞെട്ടുന്നത് എന്തോ പാത്രം വീഴുന്ന ശബ്ദം കേട്ടിട്ടാണ്. സാധാ ഒരു സ്ഥലത്താണേ വല്ല പൂജയായിരിക്കുമെന്ന് ഇഗ്നോർ ചെയ്യാം. ഇതിപ്പോൾ അങ്ങനെയല്ലല്ലോ. അവർ മൂവരും ചെന്ന് നോക്കുമ്പോൾ ഡൈനിങ് ടേബിളിലെ ബോക്സ് തട്ടിമറിഞ്ഞ നിലയിൽ. പെട്ടെന്ന് എന്താ നടക്കുന്നേ? ഇതെന്താ പ്രേതബാധയോ? ഇതുവരെ ടൗണിൽ കണ്ടിട്ടില്ലാത്ത കാഴ്ചകൾ കണ്ട് മൂവരും ഞെട്ടിത്തെറിച്ച് നിൽക്കെ അതിലും ഭീകരവും അപ്രതീക്ഷിതമായൊരു സത്യം നമ്മൾ അറിയുകയാണ്. ക്ലിനിക്കിലിരുന്ന് മയങ്ങിപ്പോയ കെന്നിയെ നോക്കിയിട്ട് നേരെ പാസ്റ്ററുടെ അടുത്തേക്ക് ചെന്നിരിക്കുന്ന സോഫിയ. അവൾ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ഉണരാനും പറയുന്നതും അയാൾ അത്ഭുതകരമായ കണ്ണുകൾ തുറക്കുന്നു. പറയുന്നൊക്കെ കേൾക്കാം, പക്ഷേ പ്രതികരിക്കാൻ കഴിയുന്നില്ല. എന്താണിത്? ഒരു അന്ത്യോപചാരമെന്ന പോലെ സോഫിയ അയാളുടെ നല്ല മനസ്സിനെക്കുറിച്ച് പറയുവാണ്. മരം വീണ് കിടക്കുന്നുകൊണ്ട് തിരികെ പോകവേ വഴിയിൽ ഏകയായി നിന്നാൽ തന്നെ വണ്ടിയിൽ കയറ്റി സഹായിച്ചതിൽ. എന്നാൽ അതേ വണ്ടിയിലിരുന്ന് സോഫിയായിരുന്നു ആ അപകടം ഉണ്ടാക്കിയത്. അവൾ ഇതുപോലെ പാസ്റ്ററുടെ നെഞ്ചിൽ പിടിച്ചതും അയാൾക്ക് അപസ്മാരമുണ്ടായി. ഈ സമയത്ത് ആക്സിലേറ്ററിൽ അമർത്തിപ്പിച്ച് വേഗം കൂട്ടി ഒരു ആക്സിഡൻറ്റ് മനഃപൂർവ്വം ഉണ്ടാക്കിയതും ഈ സോഫിയാണ്. അവൾ നല്ല കുട്ടിയൊന്നുമല്ല, മായ്ച്ചോളാ. സോഫിയ ആ പാസ്റ്ററെ ശ്വാസം മുട്ടിച്ച് കൊല്ലുവാണ്. ഓ ജീസസ്. അവൾ അവസാനമായി പറയുന്നൊരു കാര്യം, ഇനി നടക്കാൻ പോകുന്നത് കാണാൻ നീ ഇല്ലല്ലോ എന്ന വിഷമം എനിക്കുണ്ട്. ആ നടക്കാൻ പോകുന്നത് എന്താണെന്നോ, ഇവറ്റുകളെല്ലാം പരസ്പരം വലിച്ചു കയറാൻ പോവാണ്. നമ്മൾ ഞെട്ടിത്തിരിച്ചു പോകുന്നൊരു കാഴ്ച. ഈ സോഫിയ മറ്റാരുമല്ല, ആ മാൻ ഇൻ യെല്ലോ. അയാൾ തൻ്റെ ആ രൂപം മാറി ഷേപ്പ് ഷിഫ്റ്റ് ചെയ്ത് മറ്റൊരു രൂപമെടുത്തതാണ്. ഷീ ഈസ് ദ ഡെവിൾ. അപ്പോൾ മാൻ ഇൻ യെല്ലോ എന്നതും ആ ഒരു ക്രിയേച്ചറിൻ്റെ ഒരു ഷേപ്പ് ഷിഫ്റ്റിംഗ് വെർഷൻ തന്നെയായിരുന്നു. മോൺസ്റ്ററിനേക്കാൾ അപകടകരമായ ഒരു പൈശാചികത ടൗണിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെ കിടക്കുന്ന കെന്നിക്കൊന്നും സംഭവിക്കില്ലേ പഹാനെ? എന്തായാലും ഒരു യമണ്ടൻ പൈററ്റ് എപ്പിസോഡ് തന്നെ നമുക്ക് കിട്ടി. മെയിൻ കാസ്റ്റിൽ നിന്നും ഗസ്റ്റ് അപ്പിയറൻസിലേക്ക് മാറിയ ജിം മാത്യൂസിനെ കുറിച്ച് ഓർക്കുമ്പോൾ നല്ല വിഷമമുണ്ട്. എന്ത് ചെയ്യാം. ദ അറൈവൽ എന്ന ടൈറ്റിലുള്ള ഈ പൈററ്റ് എപ്പിസോഡ് തീർച്ചയായും ഒരാഗമനമാണ്.
എന്നാൽ അത് ടൗണിലേക്കുള്ള പുതിയ അതിഥിയുടേതല്ല, ടൗണിലേക്കുള്ള ഒരു പുതിയ പൈശാചികതയുടെ അറിവിലാണ്. പാസ്റ്റർ വരുന്നത് മുൻകൂട്ടി അറിഞ്ഞ അയാൾ സോഫിയയെ മാറിയപ്പോൾ എന്തിനായിരുന്നു ഈ വേഷപ്പകർച്ച? കാരണം ടൗണിലുള്ളവർക്ക് ഓരോ പുതിയ സൂചനകൾ ലഭിച്ചു തുടങ്ങിയിരുന്നു. അവർ പുതിയ സത്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങുന്ന ഈ ഒരു സന്ദർഭത്തിൽ നേരിട്ട് വന്നാൽ ആളുകൾ ഭയപ്പെടുമെന്നും തൻ്റെ പ്ലാനുകൾ തകരുമെന്നും അയാൾക്കറിയാം. അതുകൊണ്ട് ഏറ്റവും നിഷ്കളങ്കമായ രൂപത്തിൽ അയാൾ ടൗൺഷിപ്പിനുള്ളിൽ കടന്നുകൂടി. എൻ്റെ പൊന്നോ, എന്നെ അഭിനയമായിരുന്നു വന്നപ്പോൾ അച്ഛനെ കാണണേ അമ്മയെ കാണണേ എന്നൊക്കെ പറഞ്ഞിട്ട്. അതും അവിടെ ഒരു കാര്യം നോക്കിയ ജിമ്മിനെ കൊന്ന ആ ക്രിയേച്ചറിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് ടാബിയും, അതും ബൈബിൾ വെച്ചിട്ട്. ബൈബിളിലെ ഒരു വചനം എൻഡിങ് സീനുകൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സാത്താൻ പോലും വെളിച്ചത്തിൻ്റെ ദൂതനായി വേഷം കെട്ടും. കൃത്യമായി അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചത്. ഒരു വിശുദ്ധ ബൈബിൾ ഉപയോഗിച്ചാണ് തബീത് സോഫിയെ രക്ഷിച്ചത് എന്നത് എത്ര വലിയ വൈരുദ്ധ്യമാണെന്ന് നോക്കുക. ഇനി ഈ സോഫിയുടെ രൂപത്തിൽ വന്ന മാനിന്നേലോ ആണോ ഫാത്തിമ പറഞ്ഞ ഭീകരമായ സ്വത്വം? സംശയിക്കേണ്ടിയിരിക്കുന്നു. ചിലപ്പോൾ ആ ഒരു പിശാചിൻ്റെ പ്രധാന അനുയായിയുമായിരിക്കാം ഇയാൾ. സീസൺ 1 മുതൽ ഈ ടൗണിനെ അതിൻ്റെ ശരിക്കുള്ള രൂപത്തിൽ കാണാൻ കഴിയുന്ന ഒരേ ഒരു കഥാപാത്രം ഈദനാണ്. ഇതൊരു കഥയാണെന്നും ക്വസ്റ്റാണെന്നും ഇതിൽ ഓരോരുത്തർക്കും ഓരോ വേഷം ചെയ്യാനുണ്ടെന്നും ഈദൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മാനിന്നേലോയുടെ ചില സംഭാഷണങ്ങൾ നോക്കിയാലോ, ഈദൻ ജൂലിയോട് പറഞ്ഞ പോലെ തന്നെ കഥയിൽ മാറ്റങ്ങൾ വരുത്താൻ കഴിയില്ല എന്ന് അയാൾ ഫ്യൂച്ചർ ജൂലിയോട് പറയുന്നുണ്ട്. ഇനിയാണ് എല്ലാവരും പരസ്പരം കീറിമുറിക്കാൻ തുടങ്ങുന്നത് എന്ന് സോഫിയ പറയുന്നില്ലേ? ഇതിന് രണ്ടർത്ഥങ്ങളുണ്ടാകാം. ഒന്ന്, മാനസികമായി അവരെല്ലാം തകർന്നു പോകും. 2, ശാരീരികമായി അവർ പരസ്പരം ആക്രമിക്കും. ആദ്യം പറഞ്ഞത് ഏറെക്കുറെ അവിടെ നടന്നു കഴിഞ്ഞിട്ടുമുണ്ട്. രണ്ടാമത് പറഞ്ഞത് നടന്നു തുടങ്ങി. സോ ബി കെയർഫുൾ. സീസൺ 4 ട്രെയിലറിൽ നമ്മൾ പുതിയ തരം രാക്ഷസന്മാരെ കാണുന്നുണ്ട്, മറ്റേ കോലം പോലത്തെ. അതൊക്കെ ഇനി എപ്പോൾ വരുമോ എന്തോ. ആ സ്യൂട്ട് കേസ് അത് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? മാനിന്നേലോ കുഴിച്ചെടുക്കുന്ന അതേ സ്യൂട്ട് കേസാണ് നമ്മൾ 2ാം സീസണിൽ താബീത്ത് ടണൽ നിൽക്കുമ്പോൾ കണ്ടത്. അപ്പോൾ ആ പിശാചിൻ്റെ താവളവും ടണലിലാണോ? അതോ അയാളുടെ സാന്നിധ്യം അന്ന് അവിടെ ഉണ്ടായിരുന്നോ? നിലവിൽ ഇങ്ങനൊരു സാന്നിധ്യം ടൗണിലുള്ളത് കൊണ്ടാണോ താബീത്തയും കുട്ടികളും അങ്ങനെ അസ്വാഭാവികമായി പ്രേതബാധ ഉണ്ടായതുപോലെ കണ്ടത്? ക്ലിനിക്കിൽ വെച്ച് കെന്നിയോടൊപ്പം സോഫി ഇരിക്കുന്ന രംഗം ഇപ്പോൾ നോക്കുമ്പോൾ ഭയാനകമാണ്. അവിടെ വെച്ച് അവൾ ബൈബിളിലെ വരികൾ ഉദ്ധരിക്കുന്നുണ്ട്. വെളിച്ചം ഇരുട്ടിൽ പ്രകാശിക്കുന്നു, ഇരുട്ടിന് അതിനെ കീഴടക്കാൻ കഴിഞ്ഞില്ല എന്നർത്ഥം വരുന്ന വരികൾ അവൾ പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇരുട്ട് വെളിച്ചത്തിൻ്റെ വേഷം കിട്ടി വന്നിരിക്കുകയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുകയാണ്. അക്കോസ്റ്റ ഡൈനറിലിരിക്കുമ്പോൾ അവിടെയുള്ള ജൂ ബോക്സിൽ ഫ്രാങ്ക് സിനാത്രയുടെ സെൻഡ് ഇൻ ദ ക്ലൗൺസ് എന്ന പാട്ട് കേൾക്കാം. ഈ പാട്ടിൻ്റെ വരികൾ ശ്രദ്ധിച്ചാൽ എല്ലാം ഒരു നാടകമാണെന്ന് തിരിച്ചറിയുന്ന ഒരു നിമിഷത്തെക്കുറിച്ചാണ് അത് പറയുന്നത്. മാനിന്നേലോയുടെ സംസാരം നോക്കിയാലും എല്ലാം ഒരു കഥയായും കഥയിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നവരെ പോലെയുമാണ് ജിമ്മിനെയും പാസ്റ്ററിനെയും അടക്കം കാണുന്നത്. ഇതേക്കുറിച്ച് എന്തെങ്കിലും തിയറി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്തായാലും ജിമ്മിനെ തേടി അവർ അടുത്ത പ്രഭാവം തന്നെ തേടി ഇറങ്ങുമെന്ന് ഉറപ്പാണ്. ഇനി വൈകാതെ ജിമ്മിൻ്റെ മൃതദേഹം നഗരത്തിൽ എത്തിക്കുന്നതും അത് തബീത്തയും മക്കളെയും എങ്ങനെ ബാധിക്കുമെന്ന് നമ്മൾ കാണാൻ പോവുകയാണ്. ആ അരുംകൊല നടത്തിയ കൊലയാളി ടൗണിൽ തന്നെ ഉണ്ടെന്ന സത്യം അവരെന്നാണ് തിരിച്ചറിയുക? അറിയുമ്പോൾ അടുത്ത പ്രശ്നമാവും. ബിക്കോസ് നോളജ് കംസ് അറ്റ് എ കോസ്റ്റ്. സത്യം പറഞ്ഞവരെല്ലാം ഫാദർ കാട്രി ആയാലും മിറാണ്ട ആയാലും ജിം ആയാലും കൊല്ലപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പുതിയ അറിവുകൾ ഇവിടെ ഒരു വലിയ വില നൽകേണ്ടി വരുന്ന ഒന്നാണ്. എന്താണപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും തിയറികളും? ഫാമിലീസ് വന്നാട്ടെ, പങ്കുവയ്ക്കാൻ മടിക്കണ്ട. അത് തെറ്റായി വന്നാലും ശരിയായാലും. സോ നമുക്ക് വീണ്ടും പുതിയ മാജിക്കൽ കാഴ്ചകളുമായി കാത്തിരുന്ന് കാണാം. അപ്പോൾ ആരും പേടിക്കണ്ട, ഓടിക്കോ. Hello, Kenny. Keep going, move it. We got it.